ഹായ്, ഞാനിപ്പോൾ കണ്ണൂരാണുള്ളേ. സമയം 10:15. അപ്പോൾ കുറച്ച് മുമ്പ് ഒരു സംഭവം ഉണ്ടായി, ഒരു ചെറിയൊരു സംഭവം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് ശ്രുതിനെ അവളൊരു ബ്യൂട്ടീഷ്യൻ കോഴ്സിന് പോകുന്നുണ്ട്. അപ്പോൾ അവളെ കൊണ്ടാക്കാൻ വേണ്ടി ഞാൻ വന്നിരുന്നു കണ്ണൂർ. അപ്പോൾ ലേറ്റായി, 10 മണിക്കാണ് അവിടെ കയറണ്ടേ. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിനൊരു സ്ഥലം ഇവിടെ പ്ലാസൊക്കെ കിട്ടിയ പ്ലാസൊക്കെ ഒരു 1/2 കിലോമീറ്റർ അങ്ങോട്ട് നടക്കണം. നമ്മൾ വേഗം തിരക്കിട്ട് നടന്ന് പോക്കാന്ന്, കാരണം ലേറ്റായല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പ്രായ ഒരു അമ്മ ലോട്ടറി എടുത്തിട്ട് മോനെ എടുക്കെടുക്കുന്നു മറ്റ് നമ്മൾ സ്പീഡിൽ നടന്നു പോകുമ്പോൾ നമുക്ക് നേരെ വന്നിട്ട് ഇങ്ങനെ ഒരു എടുപ്പിക്കലുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ശല്യമായിട്ട് തോന്നി. എനിക്കും സത്യം പറഞ്ഞാൽ ഒരു ശല്യം പോലെ തോന്നി. ഞാൻ വേഗം വേണ്ടാതും മറ്റ് വേഗം നടന്നു പോകുമ്പോൾ അമ്മ ഒരു വാക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ, മോനെ പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ലോട്ടറി വെക്കുന്നത്. ആ ഒരു വാക്ക് എനിക്ക് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ചെറിയൊരു കൊള്ളൽ. ശ്രുതി കേട്ടോന്ന് അറിയില്ല, ശ്രുതി ശ്രദ്ധിച്ചറിയില്ല. അപ്പം ഞാൻ ശ്രുതിനെ കൊണ്ടാക്കി അവിടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ എന്തെല്ലാം ചിന്തിച്ചിങ്ങനെ നടന്നു വരും. ഞാൻ പിന്നെ കാര്യം മറന്നുപോയേ. പിന്നെ ഈ അമ്മച്ചിയിലേക്ക് എത്തി. ഞാൻ സാധാരണ ലോട്ടറി എടുക്കലില്ല, ഞാൻ വല്ല ബമ്പർ ലോട്ടറി അങ്ങനെ എന്തെങ്കിലും എടുക്കുള്ളൂ. ഈ അമ്മച്ചി കടന്ന് ഇപ്പുറം കടന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു പറഞ്ഞ വാക്ക് ആദ്യം എൻ്റെ മൈൻഡിൽ വന്നേ, പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ലോട്ടറി എന്നുള്ളത്. ഞാൻ എന്ത് ചെയ്ത് ഞാൻ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്ത് ഒരു ലോട്ടറി എടുത്തേ, ഒരു 40 റുപ്യേൻ്റെ ഒരു ലോട്ടറി എടുത്ത് ഞാൻ ഒരു 100 റുപ്യ എടുത്ത് പറഞ്ഞ് അമ്മ രാവിലെ തന്നെ എല്ലായിടത്ത് തന്നെ വെച്ച് വന്നിട്ട് അവിടെ കൊടുത്ത്. അവർക്ക് ഭയങ്കര സന്തോഷമായേ. ഞാൻ പറഞ്ഞ് കുറച്ച് നടന്ന് മുമ്പോട്ടെത്തുമ്പോൾ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ എന്തോ, കാരണം പ്രായ അമ്മയാണ്, ഓരോ കഷ്ടപ്പാട് പോലെ ഉണ്ട് കാണുമ്പോൾ, ഒരു ലോട്ടറിയെല്ലാം പിടിച്ചിട്ട് ഒരു ദുഃഖമായ അവസ്ഥ. ഞാൻ രണ്ടാമത് തിരിച്ചു പോയിട്ട് എന്ത് ചെയ്ത് കുറച്ച് പൈസ കൊടുത്തിട്ട് അമ്മ അവിടെ വെച്ചോ രാവിലെ തന്നെ അല്ലേ. അയ്യോ, ആ അമ്മച്ചീൻ്റെ കണ്ണ് നല്ല വെള്ളം വന്ന് എൻ്റെ കൈ പിടിച്ച മോനെ നന്നായിട്ട് നല്ല സംസാരിച്ചേ. ഞാൻ പിന്നെ കണ്ണ് നല്ല വെള്ളം വരുന്നത് അത് സെൻറ്റിമെൻറ്റ്സ് കാണുമ്പോൾ ഞാൻ എല്ലാം കൂരും. എനിക്ക് കാണുമ്പോൾ എന്തോ നമുക്കൊരു ഇതാവും, സങ്കടം വരും. ഞാൻ വേഗം ആ ശരി അമ്മ എന്നിട്ട് ഞാൻ വേഗം നടന്ന് എൻ്റെ കാർ കയറിയിട്ട് ആ ഒരു രംഗം മൈൻഡിൽ പോകുന്നില്ലേ. ഞാൻ ഇത് രണ്ടാമതും എല്ലാം പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ അമ്മച്ചി. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടോ? ഞാൻ അവിടെ എത്താനാകുമ്പോൾ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ണൂർ സ്റ്റേറ്റ് ബാങ്കിൻ്റെ സൈഡിലാണ് ആ അമ്മയുള്ളത്. അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് അവിടെ പോയി. അപ്പോൾ എന്നെ കണ്ടവിടെ മനസ്സിലായിനെ കേട്ടോ നമുക്ക്. പക്ഷേ ഇതൊന്നുമല്ലേ, ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ടായേനെ. നമ്മളെ ബോച്ചനെ കാണാൻ പറ്റി ഈ അമ്മേൻ്റെ കയ്യിൽ. എന്താണെന്ന് മനസ്സിലായില്ലല്ലേ? എന്താ കണ്ടേ? ഇതല്ലാരാണ് സാലേച്ചി കാര്യം നമ്മുടെ സാലേച്ചിന്റെ കുറ്റാട്ടൂർ നമ്മളെ നാടനല്ലേ. ഏതാ പേപ്പർ കണ്ടിട്ട് ഇവിടെ വന്നിട്ടായിരുന്നു. ആര്? ബോബി ചെമ്മണ്ണൂരോ? അതെയാ. ഞാൻ ചെയ്തതിന്റെ അനുഭവം നിങ്ങളെ കൊണ്ടാപോനെ ഞാൻ ചെയ്യുന്നു. എൻ്റെ ഈ 10 ടിക്കറ്റ് വിറ്റിട്ടോ 15 ടിക്കറ്റ് വിറ്റിട്ടോ ഒന്നും എനിക്ക് ചെയ്യാനില്ല. നിങ്ങൾ ഇങ്ങനെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ബോബി ചെമ്മണ്ണൂർ ഈ അമ്മേനെ കാണാൻ വേണ്ടി പോയിരുന്നാ പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു വേറെ വർത്താനം കാര്യം കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടമായിട്ട് തോന്നി. പിന്നെ ഒരുപാട് തട്ടിപ്പ് ആൾക്കാരും ഉണ്ട് എന്നെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവരെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. എന്തായാലും ഒരു നല്ല കാര്യം ചെയ്ത പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം, നമ്മൾ പ്രായമായിട്ടും ഇതുപോലെ കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്നവരുണ്ടെങ്കിൽ, ആവാണ്ടും അധ്വാനിച്ച് ജീവിക്കുന്നവരുണ്ടെങ്കിലല്ല നമ്മൾ ചാരിറ്റിയോ സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല. കാരണം എന്താ പറയുക, അത് ചെയ്ത ഉടനെ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും. ഇത് നമുക്ക് എന്താ പറയുക, ആ ഒരു നന്ദി, ആ ഒരു പെരുമാറ്റം നമുക്ക് കിട്ടുന്നുള്ളത് ഭയങ്കര ഒരു ഫീലിംഗ് ആണ് ഇത്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് മനസ്സിന് ഏറ്റവും സന്തോഷം കിട്ടുന്നത് നമ്മളെ മക്കളെപ്പുറം കളിക്കുമ്പോഴും സന്തോഷമുള്ള കാര്യം ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ട് ഒക്കെ ശരിയാണെങ്കിലും ഒരാൾക്കൊരു ഉപകാരം ചെയ്തിട്ട് അത് അവർ മനസ്സറിഞ്ഞ് ഇങ്ങോട്ടേക്ക് നമ്മോട് സംസാരിക്കുമ്പോൾ ആ ഒരു സ്നേഹം കാണിക്കുമ്പോൾ നമുക്ക് മനസ്സ് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവരോട് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എവിടെ പോകുമ്പോഴും എന്തെന്നായാലും ഇതുപോലെ പ്രായമായിട്ടും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വരുമാനം കൊണ്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ എവിടെ കണ്ടാലും ചുമ്മാ കയ്യിലൊരു 100 റുപ്യ ഒന്ന് കയ്യിൽ വെച്ച് കൊടുത്താലുണ്ടല്ലോ, അത് വളരെ സന്തോഷമായിരിക്കും അവർക്കെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സമയം ലേറ്റായി, എനിക്ക് ഷോപ്പിൽ പോകേണ്ട സമയമായി. അപ്പോൾ ഞാൻ 4 പേര് ഷോപ്പിലേക്ക് പോയിട്ട് ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ ജയിലിൻ്റെ മുമ്പിലാണ് കേട്ടോ. കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഞാനുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും ഇതൊന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് സ്പോട്ടിൽ തന്നെ ചെയ്തതാണ് സംഭവം. ഏതായാലും എന്നാൽ പിന്നെ ഞാനെടുത്ത് വണ്ടി വിടാം. ഓക്കെ.